നമസ്കാരം. എൻ്റെ പേര് അനന്തൻ. ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ആക്ച്വലി ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെസ് ഗെയിമിനെ പറ്റി. അപ്പോൾ ഈ ചെസ് ഗെയിം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ഡിസ്കസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ചെസ് ബോർഡിനകത്ത് 64 സ്ക്വയർസ് ഉണ്ട്. ഒരു പ്ലെയറിന് 18 പീസസ് ഉണ്ട്. അതിനകത്ത് റൂക്ക് ഉണ്ട്, നൈറ്റ് ഉണ്ട്, ബിഷപ്പ് ഉണ്ട്, ക്വീൻ ഉണ്ട്, കിങ് ഉണ്ട് ആൻഡ് 8 പോൺസ് ഉണ്ട്. അപ്പം ഈ ഓരോ പീസസിനും ഓരോ തരത്തിലുള്ള റൂൾസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂക്കിന് നമുക്ക് സ്ട്രെയിറ്റ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നൈറ്റ് എൽ ഷേപ്പ്, ബിഷപ്പ് ആണെങ്കിൽ ഒരു ഡയഗണൽ ഷേപ്പ്, ക്യൂവിന് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം, പക്ഷേ എൽ ഷേപ്പ് ഒഴിച്ച് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കും. അതുപോലെ തന്നെ കിങ്ങിന് 1 സ്ക്വയർ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യും. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പീസ് എന്ന് പറഞ്ഞാൽ ക്വീൻ ആണ്. രാജാവ് ഓഫ് കോഴ്സ് അത്, പക്ഷേ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വീൻ ആണ്. പക്ഷേ ഈ ഒരു ഗെയിം നമ്മുടെ കുട്ടികളിൽ എങ്ങനെ പഠിപ്പിക്കാം, അത് പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഗെയിം ഇച്ചിരി പഠിക്കാനായിട്ട് ആദ്യം ഒരു ലേശം പാടാണെങ്കിലും പക്ഷെ നിങ്ങളുടെ കുട്ടികളിൽ ഇത് പഠിപ്പിക്കുക തന്നെ ചെയ്യണം. ഇത് മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഗെയിമാണ്. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 ഗുണങ്ങളാണ് ചെസ്സ് കളിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നത്. നമ്പർ 1, ഈ ചെസ്സ് കളിക്കുന്നതുകൊണ്ട് ബോത്ത് സൈഡ് ഓഫ് ദ ബ്രെയിൻ വിൽ ബി ഇംപ്രൂവ്ഡ്. കുട്ടികളിലെ 2 സൈഡിലും, ബ്രെയിനിൻ്റെ 2 പാർട്ടിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് കോൺസെൻട്രേഷൻ, ഫോക്കസ്, മെമ്മറി കപ്പാസിറ്റി, എവറിതിങ്, ക്രിയേറ്റിവിറ്റി, തിങ്കിങ്, എല്ലാത്തിനും ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ ചെസ്. നമ്പർ 2, ചെസ് ഗെയിം കളിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ഫോക്കസ് ഇംപ്രൂവ് ആകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ ചെസ് ഗെയിം എന്ന് പറയുന്നത് ആദ്യം പഠിക്കാൻ ടഫാണെങ്കിലും വൺസ് കുട്ടികളത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ പല തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ചെസ്സിനകത്ത് തന്നെ ബ്ലിറ്റ്സ് ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, ക്ലാസിക്കൽ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഓരോ കളിക്കും ഓരോ രീതിയിലുള്ള ടൈം ഫ്രെയിം ആണുള്ളത്. അതായത് 5 മിനിറ്റിൻ്റെ ഉണ്ട്, 3 മിനിറ്റ്സ് ഉണ്ട്, 1 അവർ, 2 അവർ, അങ്ങനത്തെ പല ടൈപ്പുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു ടൈം ഫ്രെയിമിൽ ബാക്കിയുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താലേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഗെയിം കളിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ആ ഗെയിമിനോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, ഈ ചെസ് ഗെയിം കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഹൗ ടു വിൻ ഓർ ലോസ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എപ്പോഴും ജയിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഡൗൺ ആകുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു ഗെയിം കൊണ്ട് കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്പർ 4, ക്രിയേറ്റിവിറ്റി കൂടാനായിട്ട് ഈ ഒരു ഗെയിം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് ഓരോ പീസസിനും ഓരോ മൂവ്സ് ആണുള്ളത്. നമ്മൾ ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ഒക്കെ അറൗണ്ട് 25 to 30 മൂവ്സ് മുന്നിൽ കാണുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സാധാ ബിഗിനേഴ്സിനൊക്കെ ഒരു 5 to 10 മൂവ്സ് മുന്നിൽ കാണാനായിട്ട് സാധിക്കും ബൈ പ്രാക്ടീസ്. അപ്പോൾ അവർ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പീസസ് അല്ലെങ്കിൽ ഓരോ സ്ക്വയേഴ്സിൽ വെക്കുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് ഒരു 5 to 10 മൂവ്സ് അവർ കാണുകയും അത് കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ട് അവർ തിങ്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ അവിടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ആകും. നമ്പർ 5, ചെസ് ബിൽഡ്സ് കോൺഫിഡൻസ്. അതായത് കുട്ടികൾ ആദ്യമൊക്കെ ഒന്ന് പഠിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവർ സ്വന്തമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുമായിട്ടും അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടൊക്കെ കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവർ കളിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് ചിലപ്പോൾ ഈ പറയുന്ന വിന്നിങ് ഓർ ലോസിങ് ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവുന്നു. അവർക്ക് ഏതൊരു സിറ്റുവേഷൻസിലും ഈ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടാകുകയും അവർക്ക് അത് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്പർ 6, ചെസ് ഹെൽപ്സ് പ്രോബ്ലം സോൾവിങ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു പ്ലെയർ അവരുടെ പീസസ് നമ്മുടെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പല രീതിയിലും പ്ലേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റ് നമ്മളത് മനസ്സിലാക്കുകയും നമ്മൾ അത് ടാക്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. പല പഠനങ്ങളും പറയുന്നത് ഒരു ചെസ് പ്ലെയർക്ക് മാത്സ് ആൻഡ് കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് അവരുടെ അക്കാഡമിക് കരിയറിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും. നമ്പർ 8, ചെസ് കളിക്കുന്നത് കൊണ്ട് സോഷ്യൽ ബോണ്ടിങ്, അതായത് ഒരു ക്ലബിൽ അല്ലെങ്കിൽ വേറെ ഒരു
ഫ്രണ്ടുമായിട്ടൊക്കെ കളിക്കുമ്പോഴത്തേക്കിന് നമ്മൾ പല രീതിയിലുള്ള ചെസ് മാച്ചസ് കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ മാച്ചസ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കളിയെപ്പറ്റി അവർ അനലൈസ് ചെയ്യുക, അവർ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ അത് മാത്രമല്ല, ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ കളിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി വളരെയധികം അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ ഈ ഗെയിം എന്താണെന്നും ഈ ഗെയിം എങ്ങനെ കളിക്കാമെന്നും അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ നല്ലൊരു ക്ലബ്ബിൽ വിട്ട് ഇത് പഠിപ്പിച്ചെടുത്ത് ആ കുട്ടിയെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.